പ്രിയപ്പെട്ട കുട്ടികളെ, ഇത് നമ്മളുടെ 12ാം ചാപ്റ്റർ, അതായത് ബീജഗണിതം, ആൾജിബ്ര എന്നൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഇപ്പം നമ്മളുടെ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു പാഠം. ആ പാഠത്തിൽ നിന്നും കൂടെ ഈ വർഷം USSന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ആ പാഠപുസ്തകത്തിൽ ഒരു ചോദ്യം, ആ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് ടീച്ചർ ഇപ്പോൾ എടുത്ത് തരുന്നത്. ശ്രദ്ധിച്ചോളുക. The sum of 4 consecutive even natural number is 1 to 84. The greatest of them. 4 തുടർച്ചയായ ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1284 എങ്കിൽ അവയിൽ ഏറ്റവും വലിയ നമ്പർ ആരാണ്? തുടർച്ചയായ 4 ഇരട്ട സംഖ്യകളുടെ തുക 1284 എങ്കിൽ അവയിൽ ഏറ്റവും വലുതേത്? 4 വരെ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 1284 എങ്കിൽ ആ അവസാനത്തെ ആൾ ആരാന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളതിനെ എന്താക്കണം? ബീജഗണിത രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്ന ആൾ, ഫസ്റ്റ് നമ്പറിനെ നമ്മൾ അറിയില്ലാത്ത സ്ഥിതിക്ക് നമ്മളെപ്പോഴും എക്സ് ആണല്ലോ കൊടുക്കാറ്. എക്സ്, തൊട്ടടുത്ത സംഖ്യ നമ്മൾ x+1 എന്നാണ് സാധാരണ പറയുന്നത്. അപ്പോൾ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ആണെങ്കിൽ, ഇപ്പോൾ 2 ആണെങ്കിൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ 4 അല്ലേ? 2 എത്ര കൂടുതലാണ് ഇത്? 2 കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം അവിടെ? എക്സ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഇരട്ട സംഖ്യ ആരാണ്? x+2. അതിൻ്റെ അടുത്ത് തൊട്ടടുത്ത ആരാ? x+4. അതിൻ്റെ തൊട്ടടുത്ത ആളാരാ? x+6. ഇതാണ് തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. തുടർച്ചയായ 4 ഇരട്ട സംഖ്യകൾ, അവയുടെ തുക അതെല്ലാം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ കിട്ടുന്ന സംഖ്യയാണ് 1284. അപ്പോൾ ഇതാണ് ഓരോ സംഖ്യ എന്ന് ഓർത്തോളുക. അപ്പോൾ അവസാനത്തെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഈ x+6 ആരാണെന്ന് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് കൂട്ടി എക്സ് 1 2 3 4 പ്രാവശ്യം എക്സ് കൂട്ടുമ്പോൾ നമ്മൾ എന്തെന്ന് എഴുതണം? 4x പ്ലസ് 4 2 6 6 12 ഈസ് ഈക്വൽ ടു 1284. ടീച്ചർ മുന്നെപ്പോഴും ഏതോ വീഡിയോയിൽ പറഞ്ഞിരുന്നു, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എക്സിൻ്റെ കൂടെയുള്ള എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യുക? ആ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ 4x ഈസ് ഈക്വൽ ടു 1284 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? +12 അങ്ങോട്ട് പോകുമ്പോൾ -12 ആകും. സോ 4x ഈക്വൽ ടു 1272 മൈനസ് ചെയ്യുമ്പോൾ. സോ x ഈക്വൽ ടു ഇൻറ്റു 4 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഡിവിഷൻ 1272 ഡിവൈഡഡ് ബൈ 4. 1272നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ ഈസ് 318. അപ്പോൾ ഫസ്റ്റ് നമ്പറിനെ നമുക്ക് കിട്ടി. ആരാണ്? ഫസ്റ്റ് നമ്പർ ഈസ് 318. അവസാനത്തെ നമ്പർ 318ൻ്റെ കൂടെ എത്ര കൂട്ടണം? 318 + 6. ദാറ്റ് ഈസ് ഈക്വൽ ടു 318 + 6 എത്ര? 324. സോ ലാസ്റ്റ് നമ്പർ ഈസ് എത്രയാണ്? 324. ക്ലിയർ അല്ലേ? അപ്പോൾ നന്നായിട്ട് ബീജഗണിതത്തിൽ നിന്ന് ഇങ്ങനെയൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.